ഉരുണ്ട വലിയ കല്ലുകൾ, അതിൽ നല്ല ഭംഗിക്ക് മുഖമൊക്കെ വരച്ച് കാഗർ ഭൈരവ എന്നൊരു കുലദേവതയായി കണക്കാക്കി പൂജിച്ചു വരുന്ന വലിയ ഒരു കല്ലാണെന്ന് കരുതിയതാണ്. മധ്യപ്രദേശിലെ പാട്ല ഗ്രാമത്തിൽ ജീവിക്കുന്ന വെസ്മണ്ട് ലോയ്ക്കും കുടുംബത്തിനുമാണ് ഇങ്ങനെ തലമുറകളായി ഈ ഉരുളൻ കല്ല് കൈമാറി കിട്ടിയത്. ലക്നൗ ബീർബൽസാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാലിയോ സയൻസിലെ വിദഗ്ധർ ഈ സ്ഥലത്ത് വന്നപ്പോഴാണ് ശരിക്കും ഇതെന്താണ് എന്ന് നാട്ടുകാരും ആ കുടുംബവും ഒക്കെ അറിയുന്നത്. എല്ലാവരും ഞെട്ടിപ്പോയി. കുലദേവതയാണെന്ന് കരുതി ഇത്രയും കാലം ആരാധിച്ചത് ഫോസിലൈസ് ചെയ്യപ്പെട്ട ദിനോസർ മുട്ടകളെയായിരുന്നു അത്രേ. അർജുൻ പീതാംബരൻ നമ്മളോട് വിവരങ്ങൾ പറയാം. അർജുൻ, കഴിഞ്ഞ ദിവസം വന്ന വാർത്തയാണ് ഇത്. എല്ലാവർക്കും അത്ഭുതം തോന്നും. ദശലക്ഷക്കണക്കിന് മുൻപുണ്ടായിരുന്ന അല്ലേ ജീവിയുടെ മുട്ട, അതിങ്ങനെ ഒരു കുലദേവത എന്ന കണക്കെ കൈമാറ്റം ചെയ്യപ്പെട്ടു വരിക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ഇത് എത്ര കാലം മുമ്പ് വരെ അതിൻ്റെ ഒരു ചരിത്രം ആ കുടുംബം ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ട്. എങ്ങനെയാണ് വിദഗ്ധരൊക്കെ ഇതിനെക്കുറിച്ച് പറയുന്നത്? ദിവ്യേഷ്, തീർച്ചയായിട്ടും ഇപ്പോൾ ഈ കണ്ടെത്തിയ ആളുടെ അച്ഛനപ്പൂപ്പന്മാരുടെ കാലം തൊട്ട് തന്നെ ഇത്തരത്തിൽ ഈ കുലദേവതയെ അവർ പ്രാർത്ഥിച്ചു വരുന്നുണ്ട്. പ്രത്യേകിച്ചും അവരുടെ ഈ കന്നുകാലികൾക്കും അതുപോലെ തന്നെ കാർഷികടങ്ങൾക്കും എല്ലാം തന്നെ സുരക്ഷ ഉണ്ടാകുന്നു, അതിനെയെല്ലാം സംരക്ഷിക്കും ഈ കുലദേവത എന്നുള്ളതാണ് അവരുടെ ഒരു വിശ്വാസം. എന്തായാലും 175 ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ ഈ മധ്യപ്രദേശിലൊക്കെ ധാരാളം ഡിനോസറുകൾ ഉണ്ട് എന്നുള്ള ഒരു കാര്യത്തിലാണ് ഇതിനോടകം തന്നെ തീർപ്പാക്കപ്പെട്ടിരിക്കുന്നത്. ടൈറ്റാനസോറസ് എന്ന് പറയുന്ന ഈ ജിറാഫിൻ്റെ കഴുത്ത് പോലെ ഭയങ്കര ഉയരത്തിലുള്ള പച്ചക്കറി വർഗ്ഗങ്ങൾ മാത്രം കഴിക്കുന്ന ഒരു ഇനം ഡൈനോസറുകളെ നമ്മൾ ഈ ജുറാസിക് പാർക്ക് സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട്. ആ ഇനത്തിൽപ്പെടുന്ന ഡൈനോസറുകളുടെ മുട്ടയാണ് ഈ കണ്ടെത്തിയിരിക്കുന്ന 245 മുട്ടകളും എന്നുള്ള കാര്യമാണ് ഈ ലക്നൗ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഈ പാലിയോ സയൻസസ് ഇൻസ്റ്റിറ്റ്യൂട്ട് പറയുന്നത്. ഇവർ പാവങ്ങൾ ഇതൊന്നും അറിയാതെ ഈ ആ കല്ല് ഭംഗിയായി എല്ലാം ചിത്രീകരിച്ച് വരച്ച് അവർ കുലദേവത എന്നുള്ള രീതിയിൽ പ്രാർത്ഥിച്ചു വരികയായിരുന്നു. പക്ഷേ കാര്യങ്ങളൊക്കെ ഒരല്പം അതിനപ്പുറമാണ് എന്നുള്ളത് ഈ ഇത്തരത്തിലുള്ള റിസർച്ചിലൂടെ എല്ലാമാണ് ഇവർക്ക് മനസ്സിലായത്. ഈ പാട്ല എന്ന് പറയുന്ന പ്രദേശം, അതുപോലെ ധാർ എന്ന് പറയുന്ന ജില്ലയിലാണ് ഈ പാട്ല ഉള്ളത്. അതിനോട് അടുത്ത് തന്നെ നർമ്മദ താഴ്വരയുണ്ട്. ഇവിടെ എല്ലാം ഈ 175 ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപ് ഒരുപാട് ഡൈനോസറുകൾ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം തന്നെയാണ് ഇത്തരത്തിൽ പഠനങ്ങളിൽ നിന്നടക്കം വ്യക്തമാകുന്നത്. ഏകദേശം 500-ൽ പരം ഇനങ്ങളുടെ മുട്ടകൾ, ഫോസിലുകൾ ഈ പ്രദേശത്ത് നിന്നെല്ലാം തന്നെ ലഭിച്ചിട്ടുണ്ട്. അതെല്ലാം പ്രിസർവേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്, സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് കൂടി ആ ധാർ മേഖലയിലുണ്ട്. അവിടെ നിന്നടക്കം ഒരുപക്ഷെ പുറത്തു പോയതായിരിക്കാം, അല്ലെങ്കിൽ അവർ കണ്ടെത്താത്ത രീതിയിൽ ഇനിയും ഒരുപാട് ഇത്തരത്തിലുള്ള ഫോസിലുകൾ ഉണ്ടാകാം എന്നുള്ളൊരു കാര്യം കൂടിയാണ് ഈ തിരച്ചിലൂടെ അല്ലെങ്കിൽ ഇത്തരത്തിൽ ഒരു കണ്ടെത്തലിലൂടെ ഇപ്പോൾ പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഇപ്പോൾ ഡൽഹി യൂണിവേഴ്സിറ്റിയും അതുപോലെ തന്നെ ഈ ലക്നൗ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന പാലിയോ സയൻസസ് ഇൻസ്റ്റിറ്റ്യൂട്ട് അടക്കം ഈ പ്രദേശത്ത് കുലദേവതയെല്ലാം ഈ അതിന്റെ ഇൻസ്റ്റിറ്റ്യൂട്ടുകാർ കൊണ്ടുപോയോ? ചിലത് പഠിക്കാനായിട്ട് അവർ കൊണ്ടുപോയിട്ടുണ്ട്. മറ്റ് ചിലത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ധാർ ജില്ലയിൽ തന്നെ ഇത്തരത്തിലുള്ള ഫോസിലുകൾ പ്രിസർവേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. അതിനെ ഡൈനോസർ പാർക്ക് എന്നടക്കം അവർ ആ നാട്ടുകാർ വിളിക്കുന്നുണ്ട്. അവിടെയും കൊണ്ടുപോയി അതിന്റെ ഗവേഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല ഇനിയിപ്പോൾ അവർക്ക് അവരുടെ ആചാരങ്ങൾ തുടരാൻ മറ്റെന്തെങ്കിലും കണ്ടെത്തേണ്ടി വരും. ശരി, അർജുനാണ് നമ്മളോട് വിവരങ്ങൾ പങ്കുവച്ചത്.